ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആത്മതത്വം അറിയാൻ ചിലർക്ക് വളരെ വിഷമമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ചിലരാകട്ടെ അത് വളരെ വേഗത്തിൽ സ്വായത്തമാക്കുന്നു. അതിനാൽ നാം എങ്ങനെയാണത് കരഗതമാക്കേണ്ടത്, എന്തുകൊണ്ടാണത് ചിലർക്ക് എളുപ്പമാകുന്നത്, ചിലർക്ക് എന്താണ് അതിന് ഇത്ര വിഷമമായിരിക്കുന്നത്, ചിലർക്ക് ശാസ്ത്രങ്ങളൊക്കെ ഭാരമായി തോന്നും. ആർക്കാണ്? ഈ ലോകമോഹങ്ങൾ കൂടുതലുള്ള വ്യക്തിക്ക് ശാസ്ത്രങ്ങൾ ഭാരമായി തോന്നും. ആത്മീയത ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വിഷയമായി മാറും. അതാർക്ക്? ലോകവിഷയങ്ങൾ, അനേക ജന്മങ്ങളിൽ ആർജിച്ചു വെച്ച കർമ്മ സംസ്കാരങ്ങൾ തൻ്റെ ചവറ്റുകൊട്ട പോലെ തൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ അതിൽ ആത്മവിദ്യ കയറാൻ ഇടമില്ലാതാവുന്നു. എന്നാൽ എളുപ്പമാകുന്നത് ആർക്കാണ്? പുഷ്പം മർദ്ദിക്കണമെങ്കിൽ മനമേ അല്പം പ്രയാസമി കയ്യനക്കേണം, തത്പരാതത്വം ഗ്രഹിപ്പാൻ നീന് കൽപ്പം മനങ്ങുക കൂടി വേണ്ടല്ലോ. വളരെ ചിന്തനീയമായ ഒരു പദ്യശകലമാണിത്. പുഷ്പം മർദ്ദിക്കണമെങ്കിൽ മനമേ, ഒരു പൂവൊന്ന് ഇളക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് മർദ്ദിക്കണമെങ്കിൽ, ഒരു കല്ലിനെ ഒന്ന് മർദ്ദിക്കണമെങ്കിൽ നമ്മുടെ കൈക്ക് വേദനയാവും. പുഷ്പം മർദ്ദിക്കണമെങ്കിൽ ഒരു വേദനയും ഉണ്ടാവില്ല. അല്പം പ്രയാസം ഈ കയ്യനക്കേണം. പുഷ്പം ഒന്ന് മർദ്ദിക്കണമെങ്കിൽ ഈ കൈയൊന്ന് അനക്കിയിട്ട് വേണം അത് പിടിക്കാൻ. എന്നാൽ തൽപരാതത്വം ഗ്രഹിപ്പാൻ നീന് കൽപ്പം മനങ്ങുക കൂടി വേണ്ടല്ലോ. ആ പരമസത്യം അറിയാൻ അല്പം പോലും അനങ്ങേണ്ട ആവശ്യമില്ല. ഒരു പുഷ്പം മർദ്ദിക്കുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിനും ഈ കയ്യൊന്ന് അനക്കണം. അത്ര പോലും അനക്കേണ്ടതല്ല ആത്മതത്വം അറിയാൻ എന്നാണ്. പുഷ്പം മർദ്ദിക്കണമെങ്കിൽ മനമേ അല്പം പ്രയാസമി കയ്യനക്കേണം, തൽപരാതത്വം ഗ്രഹിപ്പാൻ നിനക്കൽപ്പം മനങ്ങുക കൂടി വേണ്ടല്ലോ. ഇത് കേൾക്കാൻ നമുക്ക് വളരെ സുഖവും എളുപ്പവുമാണ്. ഇത്രയും എളുപ്പമാണോ ആത്മവിദ്യയ്ക്ക്? പക്ഷേ അതത്ര ക്ഷിപ്രസാധ്യം അല്ല. എന്നാൽ ആർക്കാണത് ക്ഷിപ്രസാധ്യമാകുന്നത്? അനവധി ശരീരങ്ങളിൽ കൂടി പാകപ്പെട്ട് വാസനാക്ഷയം വന്ന ഒരാൾക്ക് ഇത് പുഷ്പം മർദ്ദിക്കുന്ന അത്ര പോലും വിഷമം ഉണ്ടാവുകയില്ല. എന്നാൽ വാസനകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്ന കാലം വരെ അത് ഒഴിവാക്കുക വളരെ വിഷമമാണ്. സത്വഗുണം വളർന്നാൽ മാത്രമേ രജസ്സും തമസ്സും ക്ഷയിക്കുകയുള്ളൂ. ഈ ലോകബന്ധങ്ങളും ലോകവസ്തുക്കൾ സത്യമെന്നും നമ്മെ ഭ്രമിപ്പിക്കുന്നത് രജോ ഗുണവും തമോ ഗുണവുമാണ്. സത്വഗുണമാണ് ആത്മാവിൻ്റെ മഹത്വത്തിലേക്കുള്ള വിരൽ ചൂണ്ടുകൾ. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നടക്കുന്നവയാണ്. ഇതെല്ലാം ജീവിതത്തിലൂടെ ആർജിക്കേണ്ടതുമാണ്. രജസ് തമോ ഗുണങ്ങളെ ക്ഷയിപ്പിച്ച് സത്വഗുണം വളർത്തിയ ഒരാൾക്ക് മാത്രമേ ആധ്യാത്മികമായ കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യം പോലും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കേൾക്കാനുള്ള താല്പര്യമുള്ള വ്യക്തികളിൽ അല്പം ചിലർക്ക് മാത്രമേ അത് വേണ്ടതുപോലെ ഗ്രഹിക്കാനുള്ള കഴിവുള്ളൂ. അങ്ങനെ ഗ്രഹിച്ച അനേകം പേരിൽ ഒരാൾക്ക് അത് അനുഭവത്തിൽ വരികയുള്ളൂ. ആത്മാനുഭൂതി നുകരുവാൻ ഭാഗ്യമുള്ളവർ വളരെ കുറച്ചാളുകൾ മാത്രമേ ഈ ഭൂമുഖത്തുള്ളൂ. കോടിക്കണക്കിൽ 30 കോടി 130 കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അതിൽ ഒരു 3000 അത്രയും ചെറിയ ഒരു സംഖ്യ മാത്രമേ സാക്ഷാത്കാരം നേടിയ
വ്യക്തികൾ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇതത്ര അത്യപൂർവമായ ഒരറിവാണ്. അല്ലാത്തവർ മുഴുവൻ ഈ ലോക ഭോഗങ്ങളിൽ മുഴുകിയാണ് കഴിയുന്നത് മുഴുവൻ. കാരണം അത്രയും മഹത്തരമായതാണ് നമ്മുടെ മതനേതാക്കന്മാരുടെ കഥകളെല്ലാം എടുത്തു നോക്കിയാൽ അവർ അത്രയും അത്യുന്നതമായ അവസ്ഥാവിശേഷങ്ങൾ അറിഞ്ഞവരും ഉന്നതാവസ്ഥയിൽ വർത്തിക്കുന്നവരുമാണ്. യേശുദേവനും മുഹമ്മദ് നബിയും ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം തന്നെ ഉത്കൃഷ്ടമായ അവസ്ഥയിൽ എത്തിയവരാണ്. അവരെ അതിനനുസരിച്ച മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നു. അറിവും കഴിവും അവർക്ക് ഉണ്ട്, ലോകത്തെ നയിക്കാനുള്ള ശേഷിയുമുണ്ട്. എന്നാൽ ഈ ലോകം അനിത്യമാണെന്നവർക്കറിയാം. എങ്കിലും ഈ ലോകത്തെ ജീവിതം കൊണ്ട് മാത്രമേ ഈ സത്യാവസ്ഥ ബോധിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതം കൊണ്ടാണിത് നേടേണ്ടത്. ജീവിതം കൊണ്ട് ഈ പ്രപഞ്ച വസ്തുക്കളിൽ ഭ്രമിച്ചു കഴിയുമ്പോൾ അതിനെ നാം മറന്നുപോകുന്നു. മറയ്ക്കപ്പെടാനും ഈ ലോക ജീവിതം തന്നെയാണ്. ഓർമ്മിക്കപ്പെടാനും ഈ ലോക ജീവിതമാണ്. ഓർമ്മിക്കപ്പെടുന്ന വിധത്തിൽ ജീവിച്ചാൽ നമുക്ക് സാക്ഷാത്കാരം അധികം വിദൂരത്തല്ല. എന്നാൽ ആത്മാവിനെക്കുറിച്ച് വിസ്മൃതമായി വിഷയങ്ങൾ സത്യമെന്ന് ഭ്രമിച്ചാൽ ഈ ലോകഭോഗങ്ങളിൽ മാത്രം മുഴുകി തൻ്റെ ജീവിതകാലം വ്യർത്ഥമാക്കി കളയുന്നു. ആ അവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നാം സദ്ഗുണങ്ങൾ വളർത്തുകയും സജ്ജനങ്ങളെ കണ്ട് ബന്ധം പുലർത്തുകയും അവരുടെ വാണികൾ കേട്ട് അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സത്പാത തുറന്നു കിട്ടുന്നത്. അതിന് സുഹൃത ആധിക്യമുള്ളവർക്ക് മാത്രമേ അതിനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. ആ അവസരമാണ് നമുക്ക് ഇവിടെ ഒരുക്കി കിട്ടിയിരിക്കുന്നത്. അത് വേണ്ട മാതിരി വിനിയോഗിച്ചാൽ നാം സുരക്ഷിതരായി ഭവിക്കും. സുരക്ഷയും ആനന്ദവും ആത്മാവിൻ്റെ സ്വഭാവമാണ്. ആനന്ദവും അറിവും അഭയവുമാണ് ഈശ്വരൻ്റെ സ്വഭാവം. ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെ ആനന്ദവും അറിവും അഭയവുമാണ്. ഭയമില്ലാത്ത അവസ്ഥ. അവിടെ ജനന മരണക്ലേശങ്ങളില്ല. ജീവിതത്തിലൂടെ ആ തെറ്റുകൾ തിരുത്തി ശരിയായ പാതയിലേക്ക് നാം എത്തിക്കഴിയുമ്പോൾ നമുക്ക് മരണ ഭയമോ ജനന ക്ലേശങ്ങളോ ഇല്ല. ജീവിതം ആനന്ദപ്രദമായി മാത്രം അനുഭവമാകുന്നു. അതിനാൽ ആ സത്യത്തെ ബോധിക്കാനാണ് മർത്യജന്മം മനുഷ്യനായി ഇവിടെ വന്നിരിക്കുന്നത്. പുഷ്പം മർദ്ദിക്കണമെങ്കിൽ മനമേ അല്പം പ്രയാസമി കയ്യനക്കേണം. തൽപരാതത്വം ഗ്രഹിപ്പാൻ നീന് കൽപ്പം മനങ്ങുക കൂടി വേണ്ടല്ലോ.